വാ. അമ്മ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാ. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാം. പിന്നെ അമ്മ പോയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷണിക്കണേ. ഇനി എന്നെ കണ്ടിട്ട് നല്ലൊരു ചടങ്ങിന് വരാതിരിക്കണ്ട. അമ്മേ, അമ്മേ. ആ വരുന്നു. എന്താ മോളെ? ഇതാര സത്യാമ്മയോ? ഇതെന്താ അവിടെ തന്നെ നിന്ന? അകത്തേക്ക് വരൂ. ഞാൻ ശ്യാമയുടെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാൻ വന്നതാ. ആ, സത്യമേ ഇരിക്കേ. പപ്പിക്കും ശ്യാമയ്ക്കും ഒക്കെ ഒരാഗ്രഹം അതൊന്ന് ആഘോഷിക്കണമെന്ന്. എന്നാ പിന്നെ അതൊന്ന് ആഘോഷിച്ചു കളയാന്ന് ഞാനും കരുതി. അത് നല്ല കാര്യമായി. വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോ മൊത്തത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും. ഒന്നിച്ചെല്ലാവർക്കും ഒന്ന് ഒത്തുകൂടുകയും ചെയ്യാം. എല്ലാവരെയും ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് ശാലിനിയെ തന്നെയാണെന്ന്. കാരണം എത്ര അകന്നു നിന്നാലും എന്റെ കുടുംബത്തിലേക്ക് ആദ്യമായി കയറി വന്ന മരുമോള് അത് ശാലിനി തന്നെയാ. അതുകൊണ്ട് തന്നെ ശാലിനിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരാഘോഷ പരിപാടികളും അവിടെ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ പിന്നെ എല്ലാവർക്കും ഒറ്റ നിർബന്ധം, ഞാൻ തന്നെ വിളിക്കാൻ വരണമെന്ന്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. മോളെ, നീ വരണം. വെറുതെ വന്നാൽ മാത്രം പോരാ, അവിടെ വന്ന് വിഷ്ണുവിന്റെ പെണ്ണായി തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മുന്നിട്ട് നിന്ന് തന്നെ ചെയ്യിക്കുകയും വേണം. കാരണം ഇനി അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നീയാ. എനിക്കും ശാരദാമ്മയ്ക്കും ഒക്കെ ഒരല്പം വിശ്രമം ആവശ്യം വരികയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുറ തട്ടാതെ നടക്കണല്ലോ. അതിന് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാ. പക്ഷേ സത്യ കൂടെ വരില്ല. ഇവർക്ക് ആ കുട്ടിയെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലാക്കട്ടെ. സത്യമ്മ എന്നെ വന്ന് ക്ഷണിച്ചതിനും
മൂത്ത മരുമകളുടെ സ്ഥാനം വാക്കാൽ എനിക്ക് നൽകിയതിനും വളരെ സന്തോഷമുണ്ട്. പക്ഷേ നാളത്തെ ചടങ്ങിന്റെ കാര്യം, എന്നെ തനിച്ചായിട്ടല്ലല്ലോ സത്യം അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പം എന്റെ മകൾ സത്യം കൂടെ കൂട്ടാലോ. അങ്ങനെയല്ലേ സത്യമേ വേണ്ടത്? എന്നെ മരുമകളായി അംഗീകരിക്കുമ്പോ എന്റെ മകൾ സത്യം കൂടെ കൂട്ടണ്ടേ? മോളെ, കാര്യങ്ങളെല്ലാം പറയണ്ടേ അമ്മേ? ഇപ്പൊ തന്നെ എല്ലാം സംസാരിച്ച ധാരണയിലെത്തിയ ഭാവിയിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ വേണ്ടത് സത്യാമ്മേ? ഈ സംസാരിക്കുന്നത് ശാലിനി എന്ന കളക്ടറാണോ അതോ ശാരദാമ്മയുടെ മകൾ വെറും ശാലിനിയാണോ? രണ്ടുമല്ല. സത്യഭാമയുടെ മകൻ വിഷ്ണു വിവാഹം ചെയ്ത് ശാലിനി വിഷ്ണു. എപ്പോഴും അങ്ങനെ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. അതിന് സത്യഭാമയുടെ സമ്മതം വേണം. എന്നെ അനുസരിക്കുന്ന മരുമക്കളെ മാത്രമേ ഞാൻ എന്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ അനുവദിക്കൂ. അല്ലാത്തവരെ രണ്ടടി അകലം പാലിച്ച് നിർത്തും. അശുദ്ധിയായവരെ അകറ്റി നിർത്തും പോലെ. സത്യാമ്മേ, അത് മോളെ, ഇങ്ങനെ തർക്കിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തൂല. സത്യം ഞാൻ നോക്കിക്കോളാം നാളെ. മോൾ എന്തായാലും അവിടം വരെ പോയിട്ട് വാ. ഇത് ജീവിതം അമ്മേ. ഒരുപാട് കാലം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജീവിതം. ഇവിടെ തുറന്ന മനസ്സോടെ സംസാരിച്ച് മുന്നോട്ട് പോവേ നിവൃത്തിയുള്ളൂ. അതാ ഞാനിപ്പോ ചെയ്തത്. ശാരദാമ്മേ, ഇനി ഇവിടെ ഈ വീട്ടിലേക്ക് എങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വരില്ല. എന്റെ മകനും വരില്ല. ഞാൻ അവനെ വളർത്തിയിരിക്കുന്നത് അനുസരണയോടെയാ. ആ അനുസരണ ഇക്കാര്യത്തിൽ അവൻ കാണിക്കും തന്നെയാ എന്റെ വിശ്വാസം. അതുകൊണ്ട് വരട്ടെ. വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകുന്നത് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടും. സത്യം മോളെ, ഏറെ പ്രതീക്ഷയോടെ നിൽക്കുന്ന വിഷ്ണുവിനോട് ഞാൻ എന്താ പറയാ? ശാലിനി വരില്ലെന്നറിയുമ്പോ ഇവനാകെ തളർന്നു പോകും. സ്വപ്നത്തിൽ കണ്ടത് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കില്ലെന്ന് പറയാനാവില്ല. ശരി, അങ്ങനെയെങ്കിൽ നാളത്തെ ചടങ്ങിൽ സത്യം മാത്രമല്ല, ശാരദാമ്മയും വരണം. ആ ചടങ്ങ് മംഗളകരമാക്കി തരണം. നിങ്ങളെല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷയില ശ്യാമയും രോഹിത്തും ഇരിക്കുന്നത്. അവരെ നിരാശരാക്കരുത്. എവിടെയും ജയിച്ച ശീലമേ സത്യഭാമയ്ക്കുള്ളൂ. തോൽക്കാനുള്ള മനസ്സ് രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. അത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ താമസം ഉണ്ടാവുന്നത്.
നീ പറഞ്ഞതുപോലെ കളക്ടർ ശാലിനിയായിട്ടല്ല, സത്യഭാമിയുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനി വിഷ്ണുവായി. അച്ഛനോട് എപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയാലും രക്ഷയില്ല. വിളിക്കാൻ നേരത്ത് മാത്രമാണോ അച്ഛൻ ഈ ഫോൺ ഓൺ ചെയ്യുന്നത്? അതോ ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടോ? ഓ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പാവം അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നത്. സാരമില്ല, വിളിക്കുമായിരിക്കും. ബിഗ് ഫ്രണ്ട് വന്നോ? ഇതിപ്പോ വന്നോ? അമ്മേ, അല്പം താന്നു കൊടുക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന്. ഇവരെന്തൊക്കെയാ പറയുന്നേ? ഇവരെന്തിനാ വന്നത്? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ശാലിനിയും സത്യയും ശാരദാമ്മയും നാളെ ചടങ്ങിന് വരും. സന്തോഷമേ. സന്തോഷായി. അവരെല്ലാരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച. ഇപ്പോഴെങ്ങാനും അച്ഛൻ വിളിച്ച സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കൊന്നും അവരിപ്പോഴും ഉത്തരം നൽകിയിട്ടില്ല. എന്നിട്ടും സത്യ കൂടി കൂട്ടത്തിൽ കൂട്ടാൻ പറഞ്ഞത് നിന്നെ ഓർത്തു മാത്ര. നിന്റെ സന്തോഷം അതാണ് എനിക്ക് വലുത്. സത്യയില്ലാതെ ശാലിനി വരില്ല, അതവള് പറയുകയും ചെയ്തു. അമ്മേ, ഒരു ചടങ്ങല്ലേ, അപ്പൊ ആര് വന്നാലും കാര്യങ്ങൾ മംഗളമായിട്ട് നടന്നാൽ മതിയല്ലോ. എടാ വിഷ്ണു, നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു നേരും നിറയും വേണം മോനെ. അതേ വീട്ടുകാർക്കില്ല. പിന്നെ നിനക്കറിയാലോ എന്റെ കാര്യം. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സത്യഭാമ ശബ്ദം ഉയർത്താറുള്ളൂ. ഇവിടെയും ഈ സത്യം അറിയാൻ എനിക്ക് അവകാശമുണ്ട് താനും. പക്ഷെ ഒളിക്കുന്നത് അവളും അവളുടെ അമ്മയുമാ. അവരൊളിക്കട്ടെ, എവിടം വരെ ഒളിക്കുമെന്ന് അറിയാലോ. ഇവിടെ എന്റെ മകന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം മറന്ന് ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അവരുടെ ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് പോവാം. താൻ വരണം, ശാരദാമ്മയും മോളിയും കൊണ്ട്. അവര് വരും, നീ വന്ന് കയറ്.
അവര് പോവാണല്ലോ. സാരിയില്ല, പിന്നെ വിളിച്ച് സംസാരിക്കാം. എന്റെ അച്ഛ ഒന്ന് വിളിക്കേ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അവിടെ എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ സത്യം ഇങ്ങനെ മനസ്സ് മാറി വരില്ല. ഒന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും അവരിരുന്നില്ലല്ലോ. അത് ചിലപ്പോൾ ഒരു കുറച്ചിലായി തോന്നിയിട്ടുണ്ടാവും. ഈഗോയുടെ കാര്യത്തിൽ സത്യമേ വെല്ലാൻ വേറെ ആളില്ലെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. നാളത്തെ ഫംഗ്ഷന് പോണോ വേണ്ടയോ എന്നുള്ള ആലോചനയില്ല ഞാനിപ്പോ. ചെന്ന് കഴിയുമ്പോൾ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും കിട്ടിയില്ലെന്ന് വരും. വന്ന് വിളിച്ച സ്ഥിതിക്ക് പോണോന്ന് തന്നെയാ ഞാൻ പറയുന്നത്. ഇതൊരു നല്ല സൂചനയാ മോളെ. അകന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാനൊരവസരം. അങ്ങനെ തന്നെ ഇതിനെ കണ്ടാ മതി. വിഷ്ണുവേട്ടന്റെ നിർബന്ധം എന്തായാലും ഇതിലുണ്ടായിട്ടുണ്ടാവും. എങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സത്യാമ്മയ്ക്ക് ഒരിക്കലും കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അവർ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടമ്മേ. വിഷ്ണുവേട്ടൻ എന്നും കൂടെ ഉണ്ടാവണമെന്ന് സത്യമ്മ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. അങ്ങനെ എന്നും അവന് അമ്മ മകനായിട്ട് ജീവിക്കാൻ പറ്റുമോ? അവനും വേണ്ടേ ഭാര്യയും കുട്ടികളും ഒക്കെ. വിഷ്ണുവേട്ടൻ ഒരിക്കലും സത്യാമ്മയിൽ നിന്ന് മാറി നിൽക്കാനാവില്ലമ്മേ. സത്യാമ്മയ്ക്ക് വിഷ്ണുവേട്ടനെ മാറ്റി നിർത്താനും. എന്തായാലും അവര് വന്ന് വിളിച്ച സ്ഥിതിക്ക് നിങ്ങൾ അമ്മയും മകളും പോണോന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പോവാം, പക്ഷെ ഞങ്ങളുടെ കൂടെ അമ്മയും വരും. ആ, ഞാനെന്തിനാ വരുന്നത്? ഓ, അല്ലെങ്കിൽ തന്നെ സത്യാമ്മയ്ക്ക് അതൊന്നും ഇഷ്ടാവില്ല. സത്യാമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ എല്ലാവരും ചേർത്ത് വരണമെന്ന് പറഞ്ഞത്. പിന്നെ ഈ വെഡിങ് ആനിവേഴ്സറി ആരുടെയാ? അമ്മയുടെ ഇളയ മോള് ശ്യാമയുടെ. അപ്പൊ പിന്നെ ചെല്ലേണ്ട കടമയും അമ്മയ്ക്കുണ്ട്. അമ്മേ, ബിഗ് ഫ്രണ്ട് സത്യാമ്മ എന്തിനാ അമ്മേ വന്നത്? മോളെ അവര് കണ്ടായിരുന്നോ? എന്നെ കണ്ടില്ല, പക്ഷെ ഞാൻ കണ്ടായിരുന്നു. അതേ, അവര് അവിടത്തെ ഒരു വിശേഷത്തിന് നമ്മളെ വിളിക്കാൻ വന്നതാ. വിശേഷോ? എന്ത് വിശേഷം? ശ്യാമ ആന്റിയുടെയും രോഹിത് അങ്കിളിന്റെയും വെഡിങ് ആനിവേഴ്സറിയാ. അതിന് ക്ഷണിക്കാനാ അവര് വന്ന്. എന്നിട്ട് എപ്പോഴാ നമ്മള് പോകുന്നത്? ഇന്ന് പോണോ? ആ, ഇന്നെന്തിനാ പോണേ? നാളെയല്ലേ പരിപാടി? അത് പപ്പിയുടെ കൂടെ കളിക്കാൻ വേണ്ടിട്ടാ വിളിപ്പ് ചോദിക്കുന്നത് അല്ലേ? അതെ, പോകുന്നത് നമ്മൾ 3 പേരും കൂടിയാ. ചടങ്ങ് കഴിഞ്ഞ അപ്പൊ തന്നെ നമ്മളിങ്ങനെ തിരിച്ചു പോരുകയും ചെയ്യും. അപ്പൊ തന്നെ പോരണോ അമ്മേ? കുറച്ചു നേരം കഴിഞ്ഞു പോന്നാ പോരെ? ബിഗ് ഫ്രണ്ടിനെയും പപ്പിയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് എങ്ങനെയാ പോരുന്നത്? അതെ മോളെ, അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ മോൾ അകത്ത് പോയി പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പഠിക്കും. ചെല്ലേ. ശരി ശരി. നാളെ പോകുമ്പോ ഏത് ഡ്രസ്സാ ഇടണ്ടേന്ന് ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഇടി, ഇതൊരവസരമാ. ആ വീട്ടിലേക്ക് സത്യാമ്മയുടെ മരുമകളായി തിരിച്ചു കയറാനുള്ളൊരവസരം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നിടത്താ നമ്മുടെ വിജയം. ഹാ, എന്നും എപ്പോഴും കൂട്ടിന് ഞാനുണ്ടാവണമെന്നില്ലല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞൊരു പുതിയ ജീവിതം തുടങ്ങാൻ ഈശ്വരൻ കണ്ടെത്തിയ വഴി തന്നെയാകും ഈ വെഡിങ് ആനിവേഴ്സറി. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് മാറി സത്യാമ്മയ്ക്ക് നമ്മളെ വന്ന് ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കണമെന്ന്. നമുക്ക് നാളെ പോവാം അമ്മേ. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം.
ദേവി എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു.